This video describes component bar diagrams and percentage bar diagrams. Number 3. Component or subdivided or differential bar diagrams അഥവാ ഘടക ബാർ ഡയഗ്രങ്ങൾ. Component bar diagrams are those diagrams which simultaneously present total values as well as part values of a set of data. Different parts of the bars are shaded with different colors with the same order for all bars of a diagram. ഘടക ബാർ ഡയഗ്രങ്ങൾ ഒരേ സമയം ദത്തങ്ങളുടെ മൊത്ത അളവുകളും ഭാഗിക അളവുകളും കാണിക്കുന്നു. ഡയഗ്രത്തിലെ ബാറുകളുടെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ നിറങ്ങൾ ഉപയോഗിച്ച് എല്ലാ ബാറുകൾക്കും ഒരേ ക്രമം പാലിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ചോദ്യം ശ്രദ്ധിക്കുക. The table given below shows production of electricity in India during 2017 to 2020 from different sources. Present the data in a component bar diagrams. Units 1000 million kilowatts. Years from 2017 to 2020. Hydroelectricity 20, 60, 50 and 40,000 million kilowatts. Thermal electricity 50, 20, 40 and 60,000 million kilowatts. Total production 70, 80, 90 and 100,000 million kilowatts. നമ്മുടെ ഗ്രാഫിന് ഒരു ഹെഡിംഗ് നൽകുക. എക്സ് അക്ഷം വരയ്ക്കുക. അതിന് താഴെ ഇയേഴ്സ് എന്ന് എഴുതുക. വൈ അക്ഷം വരയ്ക്കുക. അരികിലായി ഹൈഡ്രോ ഓർ തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് രേഖപ്പെടുത്തുക. വൈ അക്ഷത്തിൽ ചിത്രത്തിൽ കാണിച്ച പ്രകാരം വിവിധ അളവുകൾ അടയാളപ്പെടുത്തുക. 2017 ബാർ 70 നേരെ വരയ്ക്കുക. ഇതിൽ 20 നേരെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഗം കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. ഇതേ ബാറിൽ തെർമൽ ഇലക്ട്രിസിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഗം മറ്റൊരു കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. 2018 ബാർ 80 നേരെ വരയ്ക്കുക. ഇതിൽ 60 നേരെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഗം നേരത്തെ ഉപയോഗിച്ച അതേ കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. ഇതേ ബാറിൽ തെർമൽ ഇലക്ട്രിസിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഗം നേരത്തെ ഉപയോഗിച്ച അതേ കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. 2019 ബാർ 90 നേരെ വരയ്ക്കുക. ഇതിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയുടെ ഭാഗം 50 നേരെ ഷെയ്ഡ് ചെയ്യുക. ഇതേ ബാറിൽ തെർമൽ ഇലക്ട്രിസിറ്റിയെ കാണിക്കുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യുക. 2020 ബാർ 100 നേരെ വരയ്ക്കുക. ഇതിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഗം 40 നേരെ കളർ ചെയ്യുക. ഇതേ ബാറിൽ തെർമൽ ഇലക്ട്രിസിറ്റിയുടെ ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഓരോ ബാറിൻ്റെയും ചുവടെ ഏത് വർഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയുടെ അളവ് ഓരോ ബാറിലും ചിത്രത്തിൽ കാണുന്ന വിധം രേഖപ്പെടുത്തുക. തെർമൽ ഇലക്ട്രിസിറ്റിയുടെ അളവ് ഓരോ ബാറിലും ചിത്രത്തിൽ കാണുന്ന വിധം രേഖപ്പെടുത്തുക. ഓരോ ബാറിൻ്റെയും മൊത്തത്തിലുള്ള അളവ് ചിത്രത്തിൽ കാണുന്ന വിധം രേഖപ്പെടുത്തുക. ബാറിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ കളർ ഷെയ്ഡുകളും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഗ്രാഫ് പേപ്പറിൽ സൂചിപ്പിക്കുക. ഇനി നാലാമത്തെ ഡയഗ്രാം. നമ്പർ 4. പെർസെൻറ്റേജ് ബാർ ഡയഗ്രംസ് അഥവാ ശതമാന ബാർ ഡയഗ്രങ്ങൾ. Percentage bar diagrams are those diagrams which shows simultaneously different parts of the values of a set of data in terms of percentages.
ദത്തങ്ങളുടെ വിവിധ മൂല്യങ്ങൾ ഒരു ബാറിൽ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരയ്ക്കുന്നതാണ് ശതമാന ബാർ ഡയഗ്രങ്ങൾ. The length of a bar is assumed to be 100. Each part thereof is shown as a part of 100. ഒരു ബാറിൻ്റെ നീളം 100 ആയി കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ ഓരോ ഭാഗവും 100ൻ്റെ ഭാഗമായി കാണിക്കുന്നു. ചോദ്യം ശ്രദ്ധിക്കുക. The below table shows national income of India for the years 2010-11 and 2019-20. Present this data in terms of percentage bar diagrams. First column of the table shows different sectors of the economy. Second column indicates contribution of national income from various sectors in the year 2010-11. പ്രാഥമിക മേഖലയുടെ സംഭാവന 36,000, ദ്വിതീയ മേഖലയുടേത് 24,000, തൃതീയ മേഖലയുടേത് 60,000 കോടി രൂപയാണ്. തേർഡ് കോളം സൂചിപ്പിക്കുന്നത് 2019-20 വർഷത്തിലെ പ്രാഥമിക മേഖലയുടെ 24,000, ദ്വിതീയ മേഖലയുടെ 72,000, തൃതീയ മേഖലയുടെ 1,44,000 കോടി രൂപയാണ്. സ്റ്റെപ്പ് 1. These data are first reduced to percentages and then present in the form of a percentage bar diagram as under. വലിയ ഡാറ്റയാകുമ്പോൾ കോമ്പോണൻറ്റ് ബാർ ഡയഗ്രം വരയ്ക്കുക ഏറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കോമ്പോണൻറ്റ് ബാർ ഡയഗ്രത്തിൻ്റെ മറ്റൊരു വകഭേദമായ പെർസെൻറ്റേജ് ബാർ ഡയഗ്രം വരയ്ക്കുകയാണ് ഉചിതം. പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ടു നാഷണൽ ഇൻകം. ഇനി നമുക്ക് വിവിധ മേഖലകളുടെ ശതമാനമൂല്യം കണ്ടെത്താം. ഫസ്റ്റ് കോളം റെപ്രസെൻറ്റ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്. സെക്കൻഡ് കോളം റെപ്രസെൻറ്റ് പെർസെൻറ്റേജ് ഷെയർ ഇൻ ദ ഇയർ 2010-11. പ്രാഥമിക മേഖലയുടെ ശതമാനമൂല്യം കണക്കാക്കുന്നതിന് ആ മേഖലയുടെ ഉൽപാദന മൂല്യമായ 36,000-നെ മൊത്ത ഉൽപാദനമായ 1,20,000 കൊണ്ട് ഹരിച്ച് ശതമാനമാക്കുന്നതിനായി 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാഥമിക മേഖലയുടെ സംഭാവന 30% ലഭിക്കുന്നു. അതുപോലെ ദ്വിതീയ മേഖലയുടെ സംഭാവന 20% തൃതീയ മേഖലയുടേത് 50% നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ടോട്ടൽ 100% നമുക്ക് കാണാം. കോളം 3-ൽ കുമുലേറ്റീവ് പെർസെൻറ്റേജ് കണക്കാക്കുന്നു. 30, 50, 100 എന്നിങ്ങനെ സഞ്ചിത ശതമാനം നമുക്ക് ലഭിക്കുന്നു. കോളം 4-ൽ 2019-20 വർഷത്തിലെ വിവിധ മേഖലകളുടെ ശതമാന മൂല്യമാണ് കണക്കാക്കുന്നത്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ ശതമാനത്തിൽ കണക്കാക്കിയ മൂല്യം 10, 30, 60 എന്നിങ്ങനെ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ മൊത്തം 100% നമുക്ക് കാണാം. അഞ്ചാമത്തെ കോളം നേരത്തെ കണ്ടതുപോലെ കുമുലേറ്റീവ് പെർസെൻറ്റേജിനെ കാണിക്കുന്നു. 10, 40, 100 എന്നിങ്ങനെ സഞ്ചിത ശതമാനം നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് ഒരു ഗ്രാഫ് പേപ്പർ എടുത്ത് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഫോർ ദ ഇയേഴ്സ് 2010-11 ആൻഡ് 2019-20 എന്ന് ഗ്രാഫിന് ഹെഡിംഗ് നൽകാവുന്നതാണ്. എക്സ് അക്ഷം വരയ്ക്കുക, ചുവടെ ഇയേഴ്സ് എന്ന് രേഖപ്പെടുത്തുക. വൈ അക്ഷം വരയ്ക്കുക, അരികിലായി പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് എന്ന് എഴുതുക. തുടർന്ന് വൈ അക്ഷത്തിൽ 0 മുതൽ 100 വരെ മാർക്ക് ചെയ്യുക. 100-ന് നേരെ 2010-11 വർഷത്തെ സൂചിപ്പിക്കുന്ന ബാർ വരയ്ക്കുക. അതിൽ 30-ന് നേരെ കളർ ഉപയോഗിച്ച് പ്രാഥമിക മേഖലയെ കാണിക്കുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യുക. 50-ന് നേരെ ചിത്രത്തിൽ കാണുന്ന വിധം ദ്വിതീയ മേഖലയെ കാണിക്കുന്ന ഭാഗം മറ്റൊരു കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. 100-ൽ നിന്ന് ആരംഭിച്ച് ചിത്രത്തിൽ കാണുന്ന വിധം തൃതീയ മേഖലയുടെ ഭാഗം വേറെ ഒരു കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് 100-ന് നേരെ
2019-20 വർഷത്തെ സൂചിപ്പിക്കുന്ന ബാർ വരയ്ക്കാം. ഇതിൽ 10 നേരെ പ്രാഥമിക മേഖലയുടെ ഭാഗം നേരത്തെ ഉപയോഗിച്ച അതേ കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാം. 40 നേരെ ചിത്രത്തിൽ കാണുന്ന വിധത്തിൽ ദ്വിതീയ മേഖലയുടെ ഭാഗം മുമ്പ് ഉപയോഗിച്ച അതേ കളർ ഉപയോഗിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. തൃതീയ മേഖലയുടേത് 100-ൽ നിന്ന് തുടങ്ങി വീഡിയോയിൽ കാണുന്ന വിധം ഷെയ്ഡ് ചെയ്യുക. മൊത്തം ബാറിൻ്റെ അളവും ഓരോ കോമ്പോണൻറ്റിൻ്റെ വേർതിരിച്ചിട്ടുള്ള അളവും ചിത്രത്തിൽ കാണുന്ന വിധം അടയാളപ്പെടുത്തുക. ഇനി ഓരോ നിറങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ഗ്രാഫിൽ വ്യക്തമാക്കുക. താങ്ക് യു.